ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ശൂന്യംകാരത്തിയുടെ ക്യാരക്ടർ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നത് രഹസ്യ പ്രാർത്ഥന, അതായത് സീക്രട്ട് പ്രെയർ. രഹസ്യ പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ള, ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ശൂന്യംകാരത്തിക്ക് മക്കളില്ലായിരുന്നു. അവൾ എലീശ പ്രവാചകന് ചെയ്തു കൊടുത്ത സൽക്രിയകൾക്ക് പ്രതിഫലമായി ദൈവം അവൾക്ക് ഒരു മകനെ നൽകുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ മകൻ അപ്രതീക്ഷിതമായി ഒരു അസുഖം ആയി മരിച്ചു പോകുന്നു. അവളുടെ മരിച്ചുപോയ ഏക മകനെ ജീവനോടെ അവൾക്ക് തിരികെ ലഭിക്കണം. അതിനായിട്ട് എലീശ പ്രവാചകന്റെ സാന്നിധ്യം തേടി അവൾ കർമ്മേൽ പർവ്വതത്തിലേക്ക് പോകുന്നു. അവൾ എലീശ പ്രവാചകനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് കണ്ടിരുന്നത്. അവൾ എലീശ പ്രവാചകന്റെ അടുക്കൽ ചെന്നപ്പോഴാണ് അവളുടെ ഏക മകൻ മരിച്ചുപോയ വിവരം പ്രവാചകൻ അറിയുന്നത്. എലീശ പ്രവാചകൻ അപ്പോൾ തന്നെ അവളുടെ കൂടെ ശൂന്യമിലേക്ക് പോകുന്നു. പ്രവാചകൻ നേരെ മാളിക മുറിയിലേക്കാണ് പോയത്. തൻ്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം ഉണ്ടായിരിക്കെ പ്രവാചകൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയ്ക്കാണ് രഹസ്യ പ്രാർത്ഥന എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവ് പ്രകാരം പറയുന്നു: നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന്. ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം തീർച്ചയായും പ്രതിഫലം തരും. ദൈവവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയും മാത്രമുള്ള നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിൽ ബാഹ്യമായ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഏകാഗ്രതയോടെ ദൈവത്തിൽ ലയിച്ച് പ്രാർത്ഥിക്കുന്നതാണ് രഹസ്യ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു അടച്ച അറയിലായിരിക്കാം, അല്ല നിർജ്ജന പ്രദേശത്ത് വെച്ചായിരിക്കാം. നിശബ്ദമായ ഏകാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം. ബാലനെ ഉയിർപ്പിക്കേണ്ടതിന് എലീശ പ്രവാചകനെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും ശക്തി പ്രാപിക്കണം. ശക്തി ലഭിച്ചെങ്കിലേ അവിടെ ഒരു അത്ഭുതം നടക്കുകയുള്ളൂ. രക്തസ്രാവമുള്ള സ്ത്രീ വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് കർത്താവ് അറിയുന്നു. ഇങ്ങനെ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടാണ് ആ സ്ത്രീ സൗഖ്യം പ്രാപിക്കുന്നത്. പ്രവാചകൻ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് ബാലന്റെ മേൽ കിടക്കുന്നു. പ്രവാചകന്റെ വായ് ബാലന്റെ വായ്മേലും കണ്ണ് ബാലന്റെ കണ്ണിന്മേലും ഉള്ളംകൈ ബാലന്റെ ഉള്ളംകൈമേലും വെച്ച് കവുണ്ണു കിടക്കുന്നു. പ്രവാചകൻ ദൈവത്തിൽ നിന്നും പ്രാർത്ഥിച്ചു പ്രാപിച്ച ശക്തി ബാലന്റെ മേൽ പകർന്നു കൊടുക്കുകയാണ്. പ്രവാചകൻ എഴുന്നേറ്റ് വീണ്ടും പ്രാർത്ഥിക്കുന്നു. വീണ്ടും ബാലന്റെ മേൽ അതുപോലെ കവുണ്ണു കിടക്കുന്നു. അങ്ങനെ ശക്തി പകരുമ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുന്നു. ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറക്കുന്നു. 7 ഒരു പൂർണ്ണസംഖ്യയാണ്. അതായത് ബാലന്റെ പൂർണ്ണമായി ജീവൻ തിരിച്ചു കിട്ടി. എലീശ പ്രവാചകന്റെ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രതിഫലം നൽകുന്നു. ഏലിയ പ്രവാചകനും സരേഫാത്തിലെ വിധവയുടെ മകനെ ഏകദേശം ഇതേ വിധത്തിലാണ് സൗഖ്യമാക്കിയത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ രഹസ്യ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ കർത്താവ് എഴുന്നേറ്റ് നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുന്നു. അതായത് നിശബ്ദമായ അന്തരീക്ഷത്തിൽ പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു: കർത്താവ് ശിഷ്യന്മാരെ പടകിൽ പറഞ്ഞു വിട്ടിട്ട് പ്രാർത്ഥിപ്പാനായി തനിയെ മലയിൽ കയറിപ്പോകുന്നു. അവിടെ ഏകനായി പിതാവിനോട് 4-ാം യാമം വരെ രഹസ്യത്തിൽ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച ശേഷമാണ് കടലിന്മേൽ നടന്നു വരുന്നത്. മത്തായിയുടെയും ലൂക്കോസിന്റെയും സുവിശേഷങ്ങളിൽ വായിക്കുന്നു: 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് രാത്രി മുഴുവനും പിതാവിനോട്
രഹസ്യത്തിൽ പ്രാർത്ഥിച്ച് ആലോചന ലഭിച്ച ശേഷമാണ് തിരഞ്ഞെടുക്കുന്നത്. ക്രൂശ് മരണത്തിന് മുൻപ് കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ പിതാവിനോട് രഹസ്യമായി പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം രഹസ്യമായി പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുന്നു. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിനോട് രഹസ്യമായി പ്രാർത്ഥിച്ച് ശക്തിയും ആലോചനയും പ്രാപിച്ചാണ് തൻ്റെ പ്രവൃത്തികൾ ചെയ്തിരുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണുന്നു. പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിക്കുവാനായി വെൺമാടത്തിന്മേൽ കയറി ചെന്നു എന്ന്. അത് ഒരു രഹസ്യ പ്രാർത്ഥനയായിരുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ രഹസ്യ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ടോ? നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി മനസ്സ് തളർന്നിരിക്കുമ്പോൾ നമ്മൾ ഏകാന്തമായ ഒരു അന്തരീക്ഷത്തിൽ പിതാവുമായിട്ട് അടുത്ത സംസർഗം പുലർത്തണം. എന്നോട് അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളോട് അടുത്ത് വരാം എന്ന് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. നമ്മളുടെ പാപങ്ങളെയൊക്കെ പിതാവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമ്മളുടെ ആവശ്യങ്ങളെ അറിയിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് പിതാവിൻ്റെ ഹിതപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പിതാവ് തീർച്ചയായിട്ടും മറുപടി തരും. നമ്മൾ രഹസ്യ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം നൽകണം. നമ്മൾ അതൊരു ശീലമാക്കണം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.